പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കഴിഞ്ഞ ദിവസം ആയിരുന്നു 543 ലോക്സഭാ സീറ്റുകൾ ഉള്ള നമ്മുടെ രാജ്യത്തെ മണ്ഡലങ്ങളുടെ എണ്ണം, ലോക്സഭാ സീറ്റുകളുടെ എണ്ണം 850 ഉയർത്തുന്ന തരത്തിലേക്ക് മണ്ഡല പുനർനിർണയ ഭേദഗതി ബിൽ പാർലമെന്റിന്റെ പരിഗണനയ്ക്ക് വന്നത്. ലോക്സഭയിൽ ആണ് ബിൽ അവതരിപ്പിച്ചത്. ബില്ലിന്റെ അവതരണ ഘട്ടത്തിൽ തന്നെ പ്രതിപക്ഷം അതിശക്തമായി തന്നെ ഈ ബില്ലിനെ എതിർത്തിരുന്നു. അതായത് ഈ ബില്ലിലൂടെ വനിതാ സംവരണത്തെ മറയാക്കിക്കൊണ്ട് തുടർച്ചയായി അധികാരത്തിൽ വരുന്നതിന് വേണ്ടിയുള്ള BJPയുടെ കുതന്ത്രം ആണ് ഇതിന് പിന്നിൽ എന്നതായിരുന്നു പ്രതിപക്ഷ പാർട്ടികളുടെ ആക്ഷേപം. അതിന് കാരണമായി പറയുന്നത് ഈ ജനസംഖ്യാ നിയന്ത്രണം നടപ്പിലാക്കിയിട്ടുള്ള കേരളം, തമിഴ്നാട്, കർണാടകം, ആന്ധ്രാപ്രദേശ്, തെലങ്കാന പോലെയുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ, ആ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ സീറ്റുകളുടെ എണ്ണം ഉയർത്തിയാൽ അത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ വളരെ കുറവായിരിക്കുമെന്നും അങ്ങനെ അധികാര തുടർച്ചയ്ക്ക് BJPക്ക് NDAക്ക് അനുകൂലമാകുന്ന സാഹചര്യം ആണ് സൃഷ്ടിക്കപ്പെടുന്നത് എന്നതും ആയിരുന്നു പ്രതിപക്ഷ പാർട്ടികളുടെ ആരോപണം. ഇതേ തുടർന്നാണ് ബിൽ ചർച്ചയ്ക്ക് വരികയും പിന്നീട് ബിൽ വോട്ടിനിടുകയും അങ്ങനെ ബിൽ പരാജയപ്പെടുകയും ചെയ്തത്. ഈ ബിൽ പരാജയപ്പെടുത്താൻ പ്രതിപക്ഷത്തിന് സാധിച്ചു എന്നത് പ്രതിപക്ഷത്തിന് വലിയ ആത്മവിശ്വാസം ആണ് നൽകുന്നത്. അതായത് ലോക്സഭയിലെ അംഗബലം അനുസരിച്ച് 360 അംഗങ്ങളുടെ പിന്തുണയായിരുന്നു ബിൽ പാസ്സാകണമെങ്കിൽ വേണ്ടിയിരുന്നത്. പക്ഷേ 200-ലധികം അംഗങ്ങളുടെ പിന്തുണ പ്രതിപക്ഷത്തിന് ലഭിക്കുകയും അങ്ങനെ ആ ബിൽ പരാജയപ്പെടുകയും ചെയ്തു. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദൂരദർശനിലൂടെ രാജ്യത്തെ അഭിസംബോധന ചെയ്തത്. എന്നാൽ ആ അഭിസംബോധനയ്ക്ക് എതിരെ പ്രതിപക്ഷ പാർട്ടികൾ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നു. അവിടെയാണ് നിയമസാധുത ഉൾപ്പെടെ പരിഗണിക്കുന്നത്. കാരണം നിലവിൽ രാജ്യത്തെ 2 സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുകയാണ്. അത് പശ്ചിമ ബംഗാളിലും അതോടൊപ്പം തന്നെ തമിഴ്നാട്ടിലുമാണ്. ഈ 2 സംസ്ഥാനങ്ങളിലും തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി ഈ ഭരണ സംവിധാനത്തെ ദുരുപയോഗം ചെയ്തു എന്നതാണ് പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അതിനോടൊപ്പം തന്നെ BJP വനിതാ സംവരണം എന്നതിനെ മറയാക്കി മാറ്റുകയാണ്. BJP ഭാരതത്തിലെ ജനങ്ങളോട് തെറ്റായ കാര്യങ്ങൾ പങ്കുവെക്കുകയാണ് എന്ന് കൂടിയാണ് അവർ പറയുന്നത്. കാരണം വനിതാ സംവരണം എന്ന 33% വനിതകൾക്ക് ഇടം എന്നത് നടപ്പിലാക്കണമെങ്കിൽ ഇപ്പോൾ തന്നെ 543 സീറ്റുകളുണ്ട്. ആ സീറ്റുകളിൽ എന്തുകൊണ്ട് BJPക്ക് NDAക്ക് ഈ സംവരണം നടപ്പിലാക്കിക്കൂടാ എന്ന ചോദ്യം ആണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. അതോടൊപ്പം പ്രതിപക്ഷം പാർലമെന്റിലെ ചില കണക്കുകൾ കൂടി മുന്നോട്ട് വെക്കുകയാണ്. അതായത് വനിതാ സംവരണവുമായി ബന്ധപ്പെട്ട കണക്കുകൾ. ആ കണക്കുകൾ എന്തൊക്കെ എന്നതാണ് നമ്മൾ വിശദമായി പരിശോധിക്കാൻ പോകുന്നത്. നമുക്കറിയാം, ലോക്സഭയിൽ ആകെയുള്ളത് 543 അംഗങ്ങൾ ആണ് ഉള്ളത്. അതിൽ 75 വനിതകൾ ആണ് ഉൾപ്പെടുന്നത്. ആ വനിതകൾ 75 എന്നതിലേക്ക് എത്തിയത് നമുക്കറിയാം, ഉപതെരഞ്ഞെടുപ്പിലൂടെ പ്രിയങ്ക ഗാന്ധി അടക്കം ലോക്സഭയിലേക്ക് എത്തുമ്പോഴാണ് ഈ വനിതകളുടെ എണ്ണം 75ലേക്ക് എത്തിയിട്ടുള്ളത്. ലോക്സഭയിലെ അംഗബലം പരിശോധിക്കുമ്പോൾ നിലവിൽ 543 അംഗങ്ങൾ ഉള്ള ലോക്സഭയിൽ കേവലം 14% മാത്രമാണ് വനിതകളുടെ പ്രാതിനിധ്യം എന്നതാണ് പ്രതിപക്ഷം അടക്കം ഉയർത്തിക്കാണിക്കുന്നത്. അതോടൊപ്പം പ്രതിപക്ഷം പറയുന്നത് നിലവിലെ ഈ ഡേറ്റകൾ പരിശോധിക്കുമ്പോൾ പ്രതിപക്ഷ പാർട്ടികൾ ആണ് വനിതകൾക്ക് കൂടുതൽ പരിഗണന നൽകിയിട്ടുള്ളത്. അതായത് നരേന്ദ്രമോദി ദൂരദർശനിലൂടെ ഈ വനിതാ സംവരണത്തെ എതിർക്കുകയും വനിതകൾക്ക് അവസരം നൽകാതിരിക്കുകയും ചെയ്യുന്നത് പ്രതിപക്ഷമാണ് എന്ന് പറയുമ്പോൾ ആ പാർട്ടിയുടെ അവസ്ഥ എന്ത് എന്നതുകൂടിയാണ് പ്രതിപക്ഷ പാർട്ടികൾ ചോദിക്കുന്നത്. നമുക്ക് മുഖ്യധാരാ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രധാന രാഷ്ട്രീയ പാർട്ടികളിൽ എത്ര ഇടം ആണ് വനിതകൾക്ക് ഇപ്പോൾ നൽകിയിട്ടുള്ളത് എന്നത് വിശദമായി പരിശോധിക്കാം. അതിലെടുത്തു പറയേണ്ടത് LJP ആണ്. ദേശീയ രാഷ്ട്രീയത്തിൽ അധിക അംഗബലം ഇല്ലാത്ത ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാണ് ഇപ്പോൾ LJPക്ക് നിലവിൽ ലോക്സഭയിൽ 5 അംഗങ്ങൾ ആണ് ഉള്ളത്. ആ 5 അംഗങ്ങളിൽ 2 പേർ വനിതകളാണ് എന്നതുകൊണ്ട് തന്നെ രാഷ്ട്രീയ പാർട്ടികളുടെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ പെർസെൻറ്റേജ് കണക്കിലാക്കുമ്പോൾ LJP ഏറെ മുന്നിൽ നിൽക്കുന്നു എന്നതാണ്. അതായത് നമ്മുടെ പാർലമെന്റ് ഇപ്പോൾ നിയമമാക്കി പാസ്സാക്കിയിട്ടുള്ളത് 33% സംവരണമാണ് എങ്കിൽ LJP ഇപ്പോൾ തന്നെ 40% സ്ത്രീ പ്രാതിനിധ്യം ആണ് ലോക്സഭയിൽ ഉറപ്പാക്കിയിട്ടുള്ളത് എന്നതാണ്. ഇനി നമ്മൾ നോക്കേണ്ടത് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുന്ന പശ്ചിമ ബംഗാളിൽ നിന്നുള്ള കണക്ക് തന്നെയാണ്. പശ്ചിമ ബംഗാളിലെ തൃണമൂൽ കോൺഗ്രസിന് ആകെയുള്ളത് 29 അംഗങ്ങൾ ആണ് എന്നതാണ്. പശ്ചിമ ബംഗാളിൽ വലിയ സ്വാധീനമുള്ള അത് വലിയ സംസ്ഥാനമാണ് എന്ന് നമുക്കറിയാം. ലോക്സഭാ സീറ്റുകളുടെ എണ്ണത്തിലും ഉത്തർപ്രദേശിന് പിന്നിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനം എന്ന നിലയിൽ അങ്ങനെയുള്ള പശ്ചിമ ബംഗാളിൽ നിന്ന് തൃണമൂൽ കോൺഗ്രസിന് 29 അംഗങ്ങളെയാണ് പാർലമെന്റിലേക്ക് എത്തിക്കാൻ സാധിച്ചത് എങ്കിൽ അതിൽ 3-1 വനിതകളാണ് എന്നതാണ് എടുത്തു പറയേണ്ടത്. നിലവിൽ 11 വനിതകൾ ഇന്ത്യൻ പാർലമെന്റിൽ ലോക്സഭയിൽ ഉള്ളത് തൃണമൂൽ ടിക്കറ്റിൽ മത്സരിക്കുകയും വിജയിക്കുകയും ചെയ്തതാണ്. ആ കണക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്.
37.9% വനിതകളെയാണ് തൃണമൂൽ കോൺഗ്രസ് ഇപ്പോൾ തന്നെ പാർലമെന്റിലേക്ക് എത്തിച്ചിട്ടുള്ളത്. അതായത് 33% സംവരണമെങ്കിൽ അതിനേക്കാൾ ഉയർന്ന കണക്കാണ് തൃണമൂൽ കോൺഗ്രസിന് അവകാശപ്പെടാനുള്ളത്. ഇതാണ് പ്രധാനമായും പ്രതിപക്ഷം ഉയർത്തിക്കാണിക്കുന്നത്. മറ്റൊരു പൊളിറ്റിക്കൽ പാർട്ടി എന്നത് JDU ആണ്. JDUവിന് ഇപ്പോൾ 12 അംഗങ്ങൾ ആണ് ഉള്ളത്. അതിൽ 2 വനിതകൾ ഉണ്ട് എന്ന് പറയുമ്പോൾ അവിടെയും വനിതകളുടെ പെർസെൻറ്റേജ് കണക്കിലാക്കുമ്പോൾ JDU മറ്റ് രാഷ്ട്രീയ പാർട്ടികളുമായി താരതമ്യം ചെയ്യുമ്പോൾ അല്പം മുന്നിലാണ് എന്ന് പറയാം. പക്ഷേ അത് കേവലം 16.7% മാത്രമാണ്. അതാകട്ടെ ഇപ്പോഴത്തെ സംവരണം, അതായത് 33% സംവരണം എന്നതിൻ്റെ പകുതിയിൽ താഴെ എന്ന നിലയിലാണ് നമുക്ക് അനുമാനിക്കുകയും ചെയ്യേണ്ടത്. ഇനി ഇതാ കോൺഗ്രസ്, അതായത് പ്രതിപക്ഷ പാർട്ടികളിലെ ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷി എന്നത് കോൺഗ്രസ് ആണല്ലോ. കോൺഗ്രസിന് നിലവിൽ 98 അംഗങ്ങൾ ആണ് ഉള്ളത്. ആ 98 അംഗങ്ങളിൽ 14 വനിതകൾ മാത്രമാണ് ഇപ്പോൾ പാർലമെന്റിൽ ഉള്ളത് കോൺഗ്രസ് ടിക്കറ്റിൽ. അതിൽ പ്രിയങ്ക ഗാന്ധിയും ഉൾപ്പെടുന്നു എന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു കഴിഞ്ഞു. അപ്പോൾ വനിതകളുടെ പെർസെൻറ്റേജ് കണക്കിലാക്കുമ്പോൾ മുഖ്യധാര പൊളിറ്റിക്കൽ പാർട്ടിയായിട്ടുള്ള കോൺഗ്രസിന് കേവലം 14.3% വനിതാ പ്രാതിനിധ്യം മാത്രമാണ് ഈ ഘട്ടത്തിൽ അവകാശപ്പെടാൻ സാധിക്കുന്നത് എന്നതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട പാർട്ടി എന്നത് DMK ആണ്. തമിഴ്നാട്ടിൽ നിന്നുള്ള പാർട്ടിയാണ്. തമിഴ്നാട്ടിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുന്നു എന്നത് നമുക്കറിയാം. അതാണ് തമിഴ്നാട്ടിലും പശ്ചിമ ബംഗാളിലും തെരഞ്ഞെടുപ്പ് നടക്കുന്നത് കൊണ്ട് തന്നെയാണ് ഈ പ്രധാനമന്ത്രിയുടെ പരാമർശം അത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റത്തിൻ്റെ ചട്ടം 4ന്റെ ലംഘനമാണ് എന്ന് പ്രതിപക്ഷം പറയുന്നത്. ഇതാ നോക്കൂ, DMK 22 അംഗങ്ങളെയാണ് പാർലമെന്റിലേക്ക് എത്തിച്ചിട്ടുള്ളത്. നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്കറിയാം ഈ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ കേരളം, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, തെലങ്കാന, കർണാടകം പോലെയുള്ള സംസ്ഥാനങ്ങൾ പരിശോധിക്കുമ്പോൾ ഏറ്റവും അധികം സീറ്റുകൾ ഉള്ളത് തമിഴ്നാട്ടിലാണ്. 39 സീറ്റുകൾ, ലോക്സഭാ സീറ്റുകൾ. അതിൽ 22 അംഗങ്ങൾ DMK ടിക്കറ്റിൽ പാർലമെന്റിലേക്ക് എത്തുന്നു. അതിൽ 3 വനിതകൾ ആണ് ഇടം പിടിച്ചിട്ടുള്ളത്. ആ പെർസെൻറ്റേജ് കണക്ക് നോക്കുമ്പോഴും 13.6% അംഗങ്ങൾ മാത്രമാണ് ഇപ്പോൾ DMK ടിക്കറ്റിൽ ലോക്സഭയിലേക്ക് ഉള്ളത് എന്നതാണ്. ഇനി മറ്റൊരു പൊളിറ്റിക്കൽ പാർട്ടി എന്നത് സമാജ്വാദി പാർട്ടിയാണ്. സമാജ്വാദി പാർട്ടിക്ക് 37 അംഗങ്ങൾ ആണ് ആകെയുള്ളത്. അതിൽ വനിതകൾ 5 പേരാണ്. ആ ശതമാനക്കണക്കിലേക്ക് പോകുമ്പോഴും വനിതകളുടേത് 13.5%. സമാജ്വാദി പാർട്ടിക്കും വലിയ തരത്തിൽ പ്രാദേശികമായി സ്വാധീനമുള്ള പൊളിറ്റിക്കൽ പാർട്ടിയാണ് എന്ന് പറയുമ്പോഴും അവിടെയും വനിതകൾക്ക് എത്രത്തോളം ഇടം നൽകിയിട്ടുണ്ട് എന്നതാണ് ഈ കണക്കിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനിയിപ്പോൾ ഇതാ BJP ആണല്ലോ ഈ വനിതാ സംവരണത്തിന് വേണ്ടിയുള്ള ബിൽ മുന്നോട്ട് കൊണ്ടുവരികയും അത് അവതരിപ്പിക്കുകയും അങ്ങനെ പാസ്സാക്കുകയും ചെയ്തിട്ടുള്ളത്. പക്ഷേ പ്രതിപക്ഷം തടയുകയാണ് വനിതാ മുന്നേറ്റത്തെ എന്ന് പറയുന്ന BJPയുടെ കണക്കുകൾ മറ്റു പൊളിറ്റിക്കൽ പാർട്ടികളുമായി താരതമ്യം ചെയ്യുമ്പോൾ കുറവാണ് എന്നതുകൂടിയാണ് പ്രേക്ഷകരുമായി എടുത്തു പറയേണ്ടത്. അവിടെ ഒരു കാര്യം സൂചിപ്പിക്കേണ്ടതുണ്ട്, മറ്റ് രാഷ്ട്രീയ പാർട്ടികളെക്കാൾ കൂടുതൽ അംഗങ്ങളുടെ എണ്ണം പരിശോധിക്കുമ്പോൾ ശരിയാണ് 31 വനിതകളെയാണ് ലോക്സഭയിലേക്ക് എത്തിച്ചിട്ടുള്ളത്. പക്ഷേ ഓർക്കേണ്ടത് BJP ടിക്കറ്റിൽ ആകെ ഇപ്പോൾ പാർലമെന്റിൽ 240 അംഗങ്ങൾ ഉണ്ട് എന്നതാണ്. ആ 240 അംഗങ്ങളിൽ 31 പേർ വനിതകൾ എന്ന് പറയുമ്പോൾ അവിടെയാണ് ഈ 33% സംവരണം എന്നത് പ്രധാനപ്പെട്ടതാകുന്നത്. കേവലം 12.9%, 13% എത്തിയിട്ടില്ല. അതായത് അവകാശപ്പെടുന്ന വനിതാ സംവരണത്തിന്റെ പകുതിയിൽ താഴെ മാത്രമാണ് ഇപ്പോൾ തന്നെ BJPക്ക് വനിതകളെയായി പാർലമെന്റിലേക്ക് എത്തിക്കാൻ സാധിച്ചിട്ടുള്ളത്. ഈ പൊള്ളത്തരത്തെയാണ് പ്രധാനമായും പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ വനിതാ സംവരണത്തെക്കുറിച്ച് അവകാശപ്പെടുന്ന BJPക്ക് എന്തുകൊണ്ട് ഇപ്പോൾ സഭയിലധികം അംഗങ്ങളെ എത്തിക്കാൻ സാധിച്ചില്ല? ഇപ്പോൾ ഈ 543 സീറ്റുകളിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വേണമെങ്കിൽ വനിതകൾക്ക് ഇടം നൽകാമായിരുന്നു. അതിന് ഒരു ലിമിറ്റേഷനും ഇല്ല. 33, 40, 50 എത്ര ശതമാനം വേണമെങ്കിലും പൊളിറ്റിക്കൽ പാർട്ടികൾക്ക് ഇടം നൽകാം. അപ്പോൾ അത് നൽകാതെയാണ് BJP അവകാശവാദം ഉന്നയിക്കുന്നത് എന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട ആരോപണം പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത് മന്ത്രിസഭയിൽ വനിതകൾക്ക് എത്ര ഇടം നൽകി എന്നുള്ളതാണ്. രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം ആകെ 72 മന്ത്രിമാർ ആണ് ഇപ്പോൾ ഉള്ളത്. ആ 72 മന്ത്രിമാരിൽ കേവലം 7 മന്ത്രിമാർക്ക് മാത്രമാണ് ഇടം നൽകിയത് എന്ന് പറയുമ്പോൾ കേന്ദ്ര മന്ത്രിസഭയിലെ വനിതാ പ്രാതിനിധ്യം എന്നത് 10% അടുത്തു മാത്രം എന്നതാണ് എടുത്തു പറയേണ്ടത്. ഈ പൊള്ളത്തരത്തെയുമാണ് പ്രതിപക്ഷം ഉയർത്തിക്കാണിക്കുന്നത്. അതോടൊപ്പം തന്നെ ക്യാബിനറ്റ് പദവി, അതും വളരെ പ്രധാനപ്പെട്ടതാണ്. ക്യാബിനറ്റ് പദവി എന്നത് ഇപ്പോൾ പ്രധാനമന്ത്രിയെ മാറ്റി നിർത്തിയാൽ 30 കേന്ദ്രമന്ത്രിമാർക്ക് ക്യാബിനറ്റ് പദവിയുണ്ട്. ആ ക്യാബിനറ്റ് പദവിയിൽ കേവലം 2 വനിതകളെ മാത്രം ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്നതാണ് ഏറ്റവും കൗതുകകരമാകുന്ന ഒന്ന്. അപ്പോൾ വനിതാ സംവരണത്തിന്
തിരിച്ചടിയാകുന്നത്, വനിതാ സംവരണത്തിന് തടയിടുന്നത്, വനിതാ മുന്നേറ്റങ്ങൾക്ക് പ്രതിപക്ഷം പാരവെക്കുന്നു എന്ന് പ്രധാനമന്ത്രി പറയുമ്പോൾ ഈ കണക്കുകൾ കൂടി നിരത്തിക്കൊണ്ടാണ് പ്രതിപക്ഷം അത്തരം ആരോപണങ്ങളെ BJPക്ക് എതിരെ ഉയർത്തുന്നത്. BJPയുടെ രാഷ്ട്രീയ തന്ത്രം മാത്രമാണ് ഇപ്പോഴത്തെ ഈ വനിതാ സംവരണം എന്നാണ് പ്രതിപക്ഷ പാർട്ടികൾ ചൂണ്ടിക്കാണിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.